ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് റൂളുകളെ പരിചയപ്പെട്ടിരുന്നു. ആ റൂളുകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ കറണ്ട് ഒഴുകുന്ന ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള റൂളായിരുന്നു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോഴും നമ്മളൊരു കാര്യം അവിടെ ഓർമ്മിപ്പിച്ചിരുന്നു, ഡയറക്ഷൻ മാത്രമേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് തരുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം നമുക്ക് അറിയില്ല എന്ന്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യും, എത്രത്തോളം മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏത് രീതിയിൽ കണ്ടുപിടിക്കും? ആ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനായി ഞാൻ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരല്പം വലുതാക്കി വരച്ചിട്ടുണ്ട്. ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഏകദേശം ഒരു സിലിണ്ടർ ഷേപ്പാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് കുറേ ക്രോസുകൾ ഇട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇനി ക്രോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനാണ് പോകുന്നത്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ഇട്ടിരിക്കുന്നത്. അതായത് ബോ ആൻഡ് ആരോ, അമ്പും വില്ലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അമ്പ് നോക്കുക, അമ്പിൻ്റെ പിൻഭാഗം ഒരു ഫെദർ ആരോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പിൻഭാഗത്ത് ഒരു പക്ഷേ ഒരു ഫെദർ വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ക്രോസിൻ്റെ രൂപത്തിലോ ആയിരിക്കും ഒരു അമ്പിൻ്റെ പിൻഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ അമ്പിൻ്റെ പിൻഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉദ്ദേശം ആരോ പോകുന്നത്, അമ്പ് പോകുന്നത് ഇൻ ടു ദ പ്ലെയിനാണ്. ഇനി ആരോയ്ക്ക് പകരം നിങ്ങൾ വെറും ഒരു ഡോട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ആ ആരോ വരുന്നത്, അമ്പ് വരുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിനാണ്. ആ അമ്പിൻ്റെ ടിപ്പ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അതായത് ഇതിൻ്റെ കൂർത്തിരിക്കുന്ന ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അമ്പ് നേരെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. ക്രോസിന് പകരം കുറേ ഡോട്ടുകളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വിചാരിച്ചേക്കണം മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനാണ്. അമ്പിൻ്റെ പിൻഭാഗമാണ് കാണുന്നതെങ്കിൽ, അതായത് ക്രോസ് ആണ് കാണുന്നതെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു, ആരോ റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്കിൽ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു, ആരോ ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ലെഫ്റ്റിലേക്കുള്ള ഡയറക്ഷനും റൈറ്റിലേക്കുള്ള ഡയറക്ഷനും റെപ്രസെൻറ്റ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ അവിടെ ക്രോസ് കാണാം, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡോട്ട് കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, അതുകൊണ്ടാണ് കുറേ ക്രോസ് വരച്ചു വെച്ചിരിക്കുന്നത്. ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബി എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും. ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തിരിക്കുന്നു. അതിൽ 5 പാരാമീറ്റേഴ്സ്, 5 ക്വാണ്ടിറ്റീസ് നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഏകദേശം ഒരു സിലിണ്ടർ ഷേപ്പാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ ആണ്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എല്ലുമാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? എ ഇൻറ്റു എൽ ആണ്. ഇനി അവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും, കാരണം വെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടാകും, ചാർജുകൾ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്ന ചാർജുകളെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ചാർജുകൾ എന്ത് ചെയ്യപ്പെടും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടും? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. ഐ എന്ന് പറയുന്ന കറണ്ടാണ് ഈ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നത്. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കത് പുതിയൊരു ആളായിരിക്കും. സ്മോൾ ലെറ്റർ എൻ ആളെ വിളിക്കുന്ന പേരാണ് നമ്പർ ഡെൻസിറ്റി. യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ഇലക്ട്രോണുകൾ ഉണ്ട് അതാണ് നമ്പർ ഡെൻസിറ്റി. വലിയൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള കണ്ടക്ടർ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിചാരിക്കുക. അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതിൻ്റെ തന്നെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി കണ്ടക്ടർ ഗീവ്സ് ദ നമ്പർ ഡെൻസിറ്റി. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതാണ് സ്മോൾ ലെറ്റർ എൻ.
നോക്കാം നമുക്ക്. വോളിയം V ഈക്വൽ ടു AL ആണ്. നമ്പർ ഡെൻസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ n സ്മോൾ ലെറ്റർ n is equal to ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ V. ഇത് പൊട്ടൻഷ്യലൊന്നുമല്ല, ഇത് വോളിയമാണ്, ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ V. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണെന്ന് പറഞ്ഞു? AL എന്ന് പറഞ്ഞു. അപ്പോൾ N ഇൻറ്റു A ഇൻറ്റു L, അത്രത്തോളം ഇലക്ട്രോൺസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? സ്മോൾ ലെറ്റർ E ആണ്. അല്ലെങ്കിൽ ഒരു ചാർജ് എടുക്കുന്നു, സ്മോൾ ലെറ്റർ E എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ N ഇൻറ്റു E. ക്യാപിറ്റൽ N ആണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? NaL എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ഇയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. Q is equal to NaLe, Q is equal to NaLe. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ടും എടുക്കുന്നു. അപ്പോൾ ഇത്രത്തോളം ചാർജ് നമ്മുടെ ഈ ഒരു കണ്ടക്ടറിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? എത്രത്തോളം മാഗ്നറ്റിക് ഫോഴ്സ് ആ ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതാണ് കണ്ടെത്തേണ്ടത്. ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. FB is equal to മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ റോഡ്, FB is equal to Q into V cross B. ഇവിടെ നമ്മൾ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ Q into V cross Bക്ക് പകരം VD cross B എന്ന് എഴുതാം. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. QVD into B sin തീറ്റ. ഇതിൽ Q എന്താണ്? NaLe ആണ്. അങ്ങനെയെങ്കിൽ FB is equal to Qന് പകരം NaLe ഇൻറ്റു VD ഇൻറ്റു B ഇൻറ്റു സൈൻ തീറ്റ. ഇതിൽ നിങ്ങളൊരു പക്ഷേ നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. I is equal to NEA VD. അതായത് കറൻറ്റ് ഈസ് ഈക്വൽ ടു I is equal to NEA VD. ഇതാണ് കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ആ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. N ഇവിടെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ E ഉണ്ട്, A ഉണ്ട്, VD ഉണ്ട്. NaEVD ഇത്രയും ആൾക്കാർ അവിടെ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 ടേമുകൾക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? I എന്ന് എഴുതാം. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റാണ്. FB is equal to I ഇൻറ്റു, അപ്പോൾ ഈ 4 ടേമുകളും പോയി, അതിന് പകരം നമ്മൾ I എന്ന് എഴുതി. ബാക്കി വരിക എന്താണ്? എല്ലാം അവിടെ ബാക്കി കിടപ്പുണ്ട്. അതുപോലെ തന്നെ B സൈൻ തീറ്റയും അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള 4 പേർക്കും പകരം ഞാൻ I എഴുതി. I ഇൻറ്റു LB സൈൻ തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ LB സൈൻ തീറ്റയെ L ക്രോസ് B എന്ന് എഴുതാൻ സാധിക്കും. കാരണം A ക്രോസ് B എന്താണ്? AB സൈൻ തീറ്റ. അപ്പോൾ AB സൈൻ തീറ്റ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി എന്ത് എഴുതാം? A ക്രോസ് B എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? FB is equal to I ഇൻറ്റു L ക്രോസ് B. LB സൈൻ തീറ്റനെ ഞാൻ L ക്രോസ് B എന്ന് എഴുതി. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിനുള്ള ഇക്വേഷൻ. എന്ത്, ആര്, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ടാണ് I, അതിൻ്റെ ലെങ്ത് ആണ് L, അത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B. അങ്ങനെയെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. ആരിൽ എക്സൈറ്റ് ചെയ്യും? ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എക്സൈറ്റ് ചെയ്യും. ഏത് ഡയറക്ഷനിൽ എക്സൈറ്റ് ചെയ്യും? അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. മാഗ്നറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ടോപ്പിക്കുകൾ, ഒരു 2-3 ടോപ്പിക്കുകളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ആ ടോപ്പിക്കുകളിൽ ഒക്കെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇവിടെയും ഫോഴ്സ് തന്നെയാണ്, മാഗ്നറ്റിക് ഫോഴ്സാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് I ഇൻറ്റു L ക്രോസ് B. അതായത് ILB സൈൻ തീറ്റ. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. ഇനി എന്താണ് ഈ തീറ്റ? ILB സൈൻ തീറ്റയിൽ തീറ്റ എന്താണ്? നമ്മൾ വെച്ചിരിക്കുന്ന ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറും അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷനാണ് ശരിക്കും അവിടുത്തെ തീറ്റ. ഈ ഒരു കേസിൽ എന്തായിരിക്കും അവസ്ഥ? വെച്ചിരിക്കുന്നത് ഈ ഒരു കണ്ടക്ടർ ഞാൻ ഇങ്ങനെ തന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, അതേ ഡയറക്ഷൻ തന്നെ എടുക്കുന്നു, ഇങ്ങനെ തന്നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണ്? നേരെ ഇൻ ടു ദ പ്ലെയിൻ. L ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. Lഉം Bയും തമ്മിലുള്ള ഡയറക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മാക്സിമം ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. നോക്കുക, തീറ്റ എന്ന് പറയുന്നത് Lഉം Bയും തമ്മിലുള്ള ആംഗിളാണ്. അല്ലെങ്കിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനും
മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് ഈ ഒരു കേസിൽ. നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ILB എന്ത് വരും? ILB sin 90 വരും. sin 90 1 ആണ്. അപ്പോൾ FB is equal to ILB. മാക്സിമം ഫോഴ്സ് ആ ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ പറയാനുള്ളത്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, മാഗ്നിറ്റ്യൂഡ് FB is equal to I into L cross B അല്ലെങ്കിൽ ILB sin θ ആണ്. ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടെത്താം.